രക്ഷിതാക്കന്മാരെ കുട്ടികൾ സംസാരിക്കണം. കുട്ടികൾ അച്ഛനും അമ്മയുമായിട്ട് സംസാരിക്കണം. അതിന് സമയം കണ്ടെത്തണം. യന്ത്രവൽകൃതമായി ഈ കാലഘട്ടത്തിൽ ഒന്നിനും സമയമില്ല. ഈ നെട്ടോട്ടമോടും ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടിയിട്ട്. ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അധ്വാനിക്കുന്നത്, 7ാം കടലിൽ കിടക്കുന്നത്. ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് 12 മണി വരെ ഞാൻ കട തുറന്നു വെച്ചത് എന്ന് പറയുമ്പോൾ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ PTA മീറ്റിംഗിൽ വിളിച്ചാൽ പോണോ? ആരാ പോണ്ടത്? നിങ്ങളും ഞാനും തന്നെ പോകണം. കട അടച്ചാലും പോകണം. കാരണം ഇന്നിന്റെ കാലഘട്ടം നിങ്ങൾ അറിയോ? ഓരോ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് എന്റെ അച്ഛൻ, എന്റെ ഉപ്പ, എന്റെ അമ്മ, എന്റെ ഉമ്മ എന്റെ വിദ്യാലയത്തിലേക്ക് PTA മീറ്റിംഗിലേക്ക് വരുമ്പോ എന്റെ രണ്ടാമത്തെ ഭവനമാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ടാമത്തെ വീടാണ് അവിടെ സ്കൂൾ എന്ന് പറയുന്നത്. പകൽ സമയത്തിന്റെ മഹാഭൂരിഭാഗവും അവരവിടെ രണ്ടാമത്തെ രക്ഷിതാക്കന്മാരെ ടീച്ചർ മുന്നിലാണ്. ഒരു കുട്ടിയുടെ കണ്ണിൽ വരുന്ന വെളിച്ചത്തിൽ തോന്നുപോയാൽ പഠനത്തിൽ അല്പം താഴോട്ട് വന്നു കഴിഞ്ഞാൽ പറയാൻ സാധിക്കുന്നത് അച്ഛനും അമ്മയ്ക്കുമല്ല, അവിടെ രണ്ടാമത്തെ രക്ഷിതാക്കന്മാരെ അധ്യാപകർ പറഞ്ഞു തരും. ആ കുട്ടി താളം തെറ്റിയിട്ടുണ്ട്. നമുക്കൊരു പക്ഷെ കുട്ടിയുടെ ഡ്രസ് അലക്കുന്നത് വിട്ട് നമ്മളാണെങ്കിൽ അതിന്റെ വേർപ്പിൽ ഗന്ധത്തിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും രണ്ടാമത്തെ രക്ഷിതാക്കന്മാരാണ് അധ്യാപകര്. ആ അധ്യാപകരെ അനുമോദിക്കുന്ന ചടങ്ങും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങളെ പാകപ്പെടുത്തിയ പ്രിയപ്പെട്ട നിങ്ങൾ അനുമോദനം ഏറ്റുവാങ്ങുമ്പോൾ നിഴലായി നിങ്ങൾ അധ്യാപകരുടെ ഉണ്ട്. നിഴലായി ഉറക്കൊഴിഞ്ഞ് പഠിക്കുമ്പോഴും അവിടെ നിങ്ങൾക്ക് കാപ്പി ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി, ഉറക്കൊഴിഞ്ഞ് ആ ബെഡിൽ നിങ്ങൾ ഉറങ്ങുന്നവരെ കാത്തു നിൽക്കുന്ന നിങ്ങൾ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാര് ഇവിടെ വെച്ച് നിഴലായി ആദരിക്കപ്പെടുകയാണ്. നിങ്ങളെ PTA ആദരിക്കപ്പെടുകയാണ്. നിങ്ങൾ വിജയിച്ച് ഉന്നതമായ വിജയം കരസ്ഥമാക്കുമ്പോ നിങ്ങളോടൊപ്പം പഠിച്ചുകൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാവൊന്നും പകലൊന്നും ഇല്ലാതെ ഒരു വേഴാമ്പലിനെ പോലെ SSLC റിസൾട്ട് വരുമ്പോ, ഒരു +2 റിസൾട്ട് വരുമ്പോ ഒരു വേഴാമ്പലിനെ പോലെ നിങ്ങളെ പോലെ കാത്തിരുന്ന സുന്ദരമായി ഈ ലോകത്തിന്റെ 2 ലഹരിയുടെ പേരാണ് അച്ഛനും അമ്മയും, അഥവാ ഉപ്പയും ഉമ്മയും. അതിനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ മനസ്സിന്റെ ഉള്ളിലേക്ക് വരണം എന്റെ പ്രിയപ്പെട്ട കുറ്റ്യാട്ടൂരെ. ഇന്നിന്റെ വർത്തമാന കാലഘട്ടം അതാണ് മക്കളെ. ഞാൻ പറഞ്ഞു വന്നത് 4 മണിക്ക് സ്കൂൾ വിടുന്നെന്ന് സങ്കല്പിക്കുക. കുറ്റ്യാട്ടൂരെ മയിൽ ഹയർ സെക്കൻഡറി സ്കൂളോ സ്കൂളിന്റെ 1-2 പേരെ അറിയുന്ന ഞാൻ പറഞ്ഞത്. 4 മണിക്ക് സ്കൂൾ വിട്ടിട്ട് നിങ്ങളെ മക്കൾ എത്തുന്ന സമയം 4:30 മണിയാന്ന് കരുതുക. സ്ഥിരമായിട്ട് ആ ദൂരെ ഉള്ളൂ എന്ന് സങ്കല്പിക്കുക. 4:40 മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും 10 മിനിറ്റ് ലേറ്റ് ആയിട്ടുള്ളൂ. ചോദിക്കണം, എങ്ങനെ ലേറ്റ് ആയത്? ചോദ്യങ്ങൾ ചോദിക്കുന്ന രക്ഷിതാവുണ്ടെങ്കിൽ മാത്രമേ ഉത്തരം പറയുന്ന മക്കളെ കിട്ടൂ. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ സാറ് പറഞ്ഞ വാക്ക് സാന്ദർഭികമായി അടർത്തി മാറ്റിയെടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ശകാരിക്കേണ്ട സമയത്ത് മക്കളെ ശകാരിക്കണം, തിരുത്തേണ്ട സമയത്ത് തിരുത്തണം. 4:30 എത്തേണ്ട കുട്ടി 4:40 എത്തിക്കഴിഞ്ഞാൽ ചോദിക്കണം കുറ്റ്യാട്ടൂരെ. ആ ചോദ്യത്തിൽ സ്നേഹവും ഏറ്റവും മികച്ച ലാളനയും കരുതലും ഒക്കെ ചേരണം. പുതിയ കാലഘട്ടം, ജൻസി കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഉപദേശമൊന്നും വലിയ രീതിയിൽ അങ്ങോട്ടേക്ക് കേൾക്കൂല കേട്ടോ. സംവാദങ്ങളും സൗഹൃദങ്ങളും ചർച്ചകളുമാണ്. ആ ചോദ്യത്തിന്റെ ഉള്ളിൽ സ്നേഹം വേണം, കരുതൽ വേണം, പരിഗണന വേണം, ലാളന വേണം. ചോദിക്കണം, എന്റെ മോളെ ഇതെന്താ ഇന്ന് സ്കൂൾ വിട്ടിട്ട് 10 മിനിറ്റ് ലേറ്റ് ആണെന്ന് എന്ത് പറ്റി? ഉമ്മ ഞാനത് വരുമ്പോ ഫാൻസി കട കയറി എന്റെ സുഹൃത്തുണ്ടായിരുന്നു, അങ്ങനെ ലേറ്റ് ആയി പോയതാ. ആ ഉത്തരം പറയണം. എടാ നീ എന്താ ലേറ്റ് ആയി പോയത്? ആ ബസ് കിട്ടിയില്ല ഉമ്മ, അമ്മേ. അത് പറയിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുന്ന രക്ഷിതാവില്ലെങ്കിൽ ഉത്തരം പറയുന്ന മക്കളെ കിട്ടുകയില്ല. ഈ 4 മണിക്ക് സ്കൂൾ വിട്ട് 4:30 എത്തുന്ന മക്കള് 4:40 എത്തിയാൽ മാത്രം ചോദിച്ചാൽ പോരാ. 4:30 എത്തുന്ന മക്കൾ 4:15 എത്തിയാലും ചോദിക്കണം. അതെങ്ങനെ നേരത്തെ വന്നത്? ആരുടെ ബൈക്കിലെ കയറി വന്നത്? ആരുടെ വണ്ടിയിലെ കയറി വന്നത്? എങ്ങനെയാ നീ നേരത്തിയത്? ഈ മോണിറ്ററിംഗ് ഒബ്സർവേഷൻ കൃത്യമായി വീട്ടുകളിൽ നടക്കണം. നവീകരിച്ച രക്ഷിതാവാകണം. ഏറ്റവും മനോഹരമായി നവീകരിച്ച അപ്ഡേഷനുള്ള രക്ഷിതാവാകണം. ഇന്നിന്റെ കലുഷിതമായ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന രക്ഷിതാവാകണം. അതിനെതിരെ ഈ നാട് പോരാടുമ്പോൾ, ഈ പഞ്ചായത്ത് പോരാടുമ്പോൾ അതിന്റെ ചാലക ശക്തികളെ കരുത്ത് പകർന്ന് അവർക്കോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇതൊരു വലിയ യുദ്ധമാണ്. 1914 മുതൽ 18 വരെ 1-ാം ലോകമഹായുദ്ധമാണെങ്കിൽ, 1939 മുതൽ 45 വരെ 2-ാം ലോകമഹായുദ്ധമാണെങ്കിൽ